ഗീതാമൃതം. എല്ലാ ജീവാത്മാക്കളെയും ഭഗവാനാണ് ഈ പ്രകൃതിയിൽ നൽകുന്നത്. ആ പ്രകൃതിയിലൂടെയാണ് പിന്നെ ഓരോ ജീവജാലങ്ങളും വരുന്നത്. ഇങ്ങനെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. പറയും സർവയോനീഷു കൗന്തെയ, സർവയോനീഷു എല്ലാ ജീവജാലങ്ങളും, 84 ദശലക്ഷം ജീവിവർഗങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരേ ഒരു അച്ഛനേ ഉള്ളൂ. അന്നേരം സയൻറ്റിഫിക്കലി പറയുന്നത് എല്ലാത്തിൻ്റെയും സ്രോതസ് ഒരു മൈക്രോ ഓർഗാനിസം ആണെന്ന് പറയുന്നു. പക്ഷേ അത് ആക്ച്വലി ഭഗവാനാണ്, മൈക്രോ ഓർഗാനിസം അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വൃക്ഷങ്ങളും ചെടികളും ജീവജാലങ്ങളും പ്രാണികളും എല്ലാം വരുന്ന ഒരേ വ്യക്തിയിൽ നിന്ന് തന്നെ. അത് കറക്റ്റാണ്, അത് ഭഗവാനാണ്. അവരതിനെ മൈക്രോ ഓർഗാനിസമായിട്ട് കരുതുന്നു. പക്ഷെ അദ്ദേഹം ഇവിടെ എന്താ പറയുന്നത്? സർവയോനീഷു കൗന്തെയ, എല്ലാ ജീവജാലങ്ങളും മൂർത്തയാ സംഭവന്തിയ, അവരെല്ലാം വരുന്നത് എന്നിലൂടെയാണ്. തസാം ബ്രഹ്മ മഹദ് യോനേർ, ആ മഹദ് യോനി ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും, ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം സ്രോതസ്സായിട്ടുള്ള ആ ഒരു മഹദ് യോനേർ, മഹത് തത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മഹത് തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശരീരങ്ങളും, ഇപ്പം നമ്മൾ മനുഷ്യരായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ശരീരങ്ങൾ, ആ ശരീരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന തത്വങ്ങൾ എല്ലാം ഒന്നിക്കുന്നു എന്നിരിക്കട്ടെ. പഞ്ചഭൂതവും, അതായത് എൻ്റെ ശരീരത്തിലുള്ള പഞ്ചഭൂതം, ഈ സത്സംഗം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ശരീരത്തിലെയും പഞ്ചഭൂതം, ഈ പ്രപഞ്ചത്തിലുള്ള അങ്ങനെയുള്ള എല്ലാ രാജ്യത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പഞ്ചഭൂതങ്ങൾ ഒന്നിക്കുന്നു. ഓക്കെ, അങ്ങനെ എല്ലാ ജീവജാലങ്ങളുടെയും, പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അങ്ങനെ എല്ലാ മൈക്രോ ഓർഗാനിസം ഉൾപ്പെടെ ജീവനുള്ള എല്ലാവരുടെയും ശരീരങ്ങളെ ഒന്നിപ്പിക്കുകയാണ്. ഈ ഒരു ബ്രഹ്മാണ്ടങ്ങളിലുള്ള 14 ലോകങ്ങളിലുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം ഒന്നിപ്പിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കേ, നമ്മൾ ആത്മാവ് മാറി നിൽക്കുന്നു. ഓക്കെ, എല്ലാ ശരീരവും കൂടെ ഒന്നിക്കുന്നു. ഒറ്റ ശരീരമല്ല, രൂപമില്ല, ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇങ്ങനെ എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും ശരീരങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അതാണ് മഹത്തത്വം. അതിൽ ശരീരം മാത്രമല്ല കേട്ടോ, വൃക്ഷങ്ങൾ, അത് എല്ലാം, മരങ്ങളും പർവ്വതങ്ങളും നദികളും എല്ലാം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകകളും ഒന്നിക്കുകയാണെന്നിരിക്കട്ടെ. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്രഹ്മാണ്ടം മൊത്തത്തിൽ, നമ്മൾ ആത്മാക്കൾ മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ ഒരു ബ്രഹ്മാണ്ടം, അങ്ങനെ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളെല്ലാം കൂടെ ഒന്ന് ചേരുമ്പോൾ ആ ഫൈനൽ പോയിന്റ്, ആ പോയിന്റിനെയാണ് പ്രധാനം എന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്. ഇതൊക്കെ നമ്മൾ വേദിക് കോസ്മോളജിയിൽ പഠിക്കാൻ പോവുകയാണ്. അന്നേരം ആ ഒരു മഹദ് യോനിർ, അഹം ബീജപ്രദപിത, ഞാനാണ് ആ മഹദ് യോനിയിൽ ബീജത്തെ നൽകുന്നത് എന്ന്. അതായത് സൃഷ്ടി അവസാനിക്കുമ്പോൾ എല്ലാം ഭഗവാനിൽ ലയിക്കുന്നു. സർവ്വതും ജീവാത്മാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഭഗവാനിലേക്ക് ലയിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അർത്ഥം അവർക്ക് മോക്ഷം കിട്ടിയെന്നല്ല, വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും അവർ പുനർജനിക്കുന്നു. ഇത് ബ്രഹ്മദേവന്റെ ഒരു കൽപ്പം കഴിയുമ്പോൾ, ഒരു കൽപ്പം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പകലും ഒരു രാത്രിയും. അത് എങ്ങനെയാണ്? 1000 ചതുർയുഗം പകലും 1000 ചതുർയുഗം രാത്രിയും. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാം വീണ്ടും വരുന്നു. പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നത് എല്ലാത്തിൻ്റെയും തുടക്കത്തിലാണ് സൃഷ്ടി, അറ്റ് ദ ബിഗിനിങ്, ഏറ്റവും തുടക്കത്തിൽ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശരീരങ്ങളും എല്ലാ വസ്തുവകകളും കൂടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു പോയിന്റ്, പ്രധാനം എന്ന് പറയുന്ന ഒരു പോയിന്റ്. ആ പ്രകൃതിയിലേക്ക് ഭഗവാൻ ഭഗവാന്റെ ആ നോട്ടത്തിലൂടെ ബീജങ്ങളെ പ്രദാനം ചെയ്യുകയാണ്. അങ്ങനെ പ്രകൃതി ഗർഭവതിയാവുകയാണ്, ഗർഭം ധരിക്കുന്നു നമ്മൾ ജീവാത്മാക്കളെ എല്ലാവരും. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടത്തുന്നു. എന്നാൽ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ പറയുന്നത്? അഹം ബീജപ്രദപിത, ബീജത്തെ നൽകുന്ന അച്ഛനാണ് ഞാൻ എന്ന് പറയും. എന്നാലോചിച്ചു. അന്നേരം ഭഗവാന്റെ നോട്ടത്തിലൂടെ ആ ബീജം ഭഗവാൻ നോക്കുന്നു. അന്നേരം ആ നോട്ടത്തെ, പ്രകൃതിയെ സ്പർശിക്കുമ്പോൾ നോട്ടവും ഭഗവാനായിട്ട് വ്യത്യാസമില്ല. അന്നേരം ഭഗവാൻ ഉണ്ട്, ഭഗവാന്റെ നോട്ടത്തിലൂടെ ഭഗവാൻ തന്നെ പോകുന്നു. എന്നിട്ട് ആ ഭഗവാൻ പ്രകൃതിയെ സ്പർശിക്കുമ്പോൾ, കാരണം നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ ഒരു പ്രകാശം നമ്മൾ കാണുന്ന വസ്തുവിൽ നിന്നും തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയാണല്ലോ.
നമ്മൾ ഒരു പ്രകാശത്തിൽ നിന്നാണ്, പ്രകാശത്തിൻ്റെ സഹായത്തിലൂടെയാണ് നമ്മളൊരു രൂപത്തെ കാണുന്നത്, അല്ലേ? റിഫ്ലക്ഷനിലൂടെ, അല്ലേ? അന്നേരം പക്ഷെ ഭഗവാൻ അങ്ങനെ റിഫ്ലക്ഷൻ്റെ ആവശ്യമില്ല. ഭഗവാന് മറ്റൊരു ജ്യോതിസിൻ്റെ ആവശ്യമില്ല കാണാൻ വേണ്ടി. ഭഗവാന്റെ ഉള്ളിൽ നിന്നാണ് ജ്യോതിസ് വരുന്നത്. അന്നേരം ഭഗവാൻ നോക്കുന്ന സമയത്ത് ആ നോട്ടത്തിലൂടെ, ആ നോട്ടം പ്രകൃതിയെ സ്പർശിക്കുമ്പോൾ, അതും ആരെയാണ് സ്പർശിക്കുന്നത്? രമാദേവിയെ, ഭഗവാന്റെ തന്നെ ശക്തിയായ രമാദേവി. അന്നേരം ഈ പ്രകൃതിയുടെ ആത്മീയ സ്വരൂപമാണ് രമാദേവി. ആ രമാദേവിയുടെ പ്രതിബിംബമാണ് മഹാമായ. അന്നേരം ഭഗവാൻ രമാദേവിയാണ് നോക്കുന്നത്. പക്ഷെ ആ നോട്ടത്തിൻ്റെ നിഴലായ, അല്ലെങ്കിൽ ആ രമാദേവിയുടെ നിഴലിനെ ഭഗവാന്റെ തന്നെ ഒരു രൂപമായ സദാശിവൻ, ഭഗവാൻ പ്രകൃതിയെ നോക്കുമ്പോൾ അതേപോലെ തന്നെ ഭഗവാന്റെ ഒരു വിസ്തരണം പ്രകൃതിയുടെ നിഴലിനെ സ്പർശിക്കുകയാണ്. അങ്ങനെയാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. ആ പ്രകൃതിയുടെ നിഴലിനെ സ്പർശിക്കുമ്പോൾ ഭഗവാന്റെ രൂപം ശംഭുവായിട്ട് മാറുകയാണ്, മഹാദേവനായിട്ട് മാറുകയാണ്. അതാണ് സദാശിവനിൽ നിന്ന് ശംഭുവായിട്ട് മാറും. സദാശിവൻ എന്ന് പറയുന്നത് മഹാസംഘർഷനിൽ നിന്ന് വരുന്ന ഒരു രൂപമാണ്. മഹാസംഘർഷനിൽ നിന്നും മഹാവിഷ്ണു വന്നു, മഹാസംഘർഷനിൽ നിന്ന് തന്നെ സദാശിവനും വരും. എന്നിട്ട് കാരണോദകശായ വിഷ്ണു ഭഗവാൻ ഈ പ്രകൃതിയായ രമാദേവിയെ, പ്രകൃതിയുടെ യഥാർത്ഥ സ്വരൂപമായിട്ടുള്ള രമാദേവിയെ നോക്കുമ്പോൾ ആ രമാദേവിയുടെ നിഴലിനെ, അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം സദാശിവനും മഹാവിഷ്ണുവും ഒരേപോലെ ഇരിക്കും. പക്ഷെ മഹാവിഷ്ണു നോക്കുമ്പോൾ, മഹാവിഷ്ണു പ്രകൃതിയെ നോക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഒരു നിഴൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നിഴലായിട്ട് എങ്ങനെയാണ് ഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാവിഷ്ണു പ്രകൃതിയെ സ്പർശിക്കുന്നില്ല. പക്ഷേ മഹാവിഷ്ണുവിൻ്റെ തന്നെ നോട്ടം സദാശിവനിലൂടെ പ്രകൃതിയുടെ നിഴലിനെ സ്പർശിക്കുമ്പോൾ ഭഗവാന്റെ രൂപം ശംഭുവായിട്ട് മാറുന്നു. അതായത് ഭഗവാന്റെ ആ ഒരു രൂപം മാറുകയാണ്. ഇതിന് ഉദാഹരണം, പാലിൽ നിന്ന് എങ്ങനെയാണോ തൈര് വരുന്നത് അതേപോലെ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അഹം ബീജപ്രദ പിത. ഇതാണ് ശ്രീല പ്രഭുപാദി നമുക്ക് പറഞ്ഞു നൽകുന്നത്. പ്രഭുപാദി പറയുന്നു, നമ്മുടെ യഥാർത്ഥ അച്ഛൻ ഭഗവാൻ കൃഷ്ണനാണ് പറയുന്നത്. പല തരത്തിലുള്ള പ്രകൃതിയിൽ പല പല രൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം സ്രോതസ് ഭഗവാൻ നൽകുന്ന ബീജത്തിലൂടെയാണ്. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്കറിയാം. അന്നേരം ഇതെല്ലാം വരുന്നത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് അടങ്ങിയതാണ് പ്രകൃതി. അന്നേരം സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും കൂടെ മിശ്രിതമായിട്ടിരിക്കുന്ന അവസ്ഥ, ചലിക്കാതെ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് പ്രധാനം എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാൻ അതിനെ സ്പർശിക്കുമ്പോൾ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും പ്രവർത്തിച്ചു തുടങ്ങും. ആദ്യം ഓരോ ജീവാത്മാക്കളിൽ ആ ഒരു മിഥ്യാഹങ്കാരം വരും. ഞാൻ ഈ ആത്മാവിന് അപ്പുറത്തായിട്ട് എന്തോ ആണ്, വേറെ എന്തോ ആണെന്നുള്ള ചിന്ത, അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ള ഒരു വാസനകൾ, മനോഭാവമൊക്കെ വരും. അന്നേരം മനസ്സ് സ്പർശിക്കാൻ തുടങ്ങും. ബുദ്ധി, ഇന്ദ്രിയങ്ങൾ എല്ലാം ടക്ടക്ടകളെന്ന് പറഞ്ഞാൽ എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങും. ഒന്നാലോചിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് വീണ്ടും നമുക്ക് ആ ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. ബുർജ് ഖലീഫ എങ്ങനെ വന്നു? ഒരാളുടെ ഉള്ളിൽ ആഗ്രഹം വന്നു, ഏറ്റവും ഉയർന്നൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം, അല്ലേ? അതേപോലെ ഈ പ്രപഞ്ചത്തിൽ വരാൻ ജീവാത്മാക്കളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്. അവരവരുടേതായിട്ടുള്ള മനോഭാവം, പ്ലാനുകളും ബുദ്ധികളും ഉണ്ട്. അതിനനുസരിച്ച് ഭഗവാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കി, അതിനനുസരിച്ച് എല്ലാം പോകും.